എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ തക്കാളി പുതിയ അടുത്ത സെറ്റ് നട്ടേക്കണം കേട്ടോ. ആദ്യത്തേലൊക്കെ വിത്ത് കാ പറിച്ച് തുടങ്ങി, തക്കാളി പറിച്ച് തുടങ്ങി. ഇതിനകത്ത് മൊത്തം കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള സാമഗ്രികളാണ്. ആദ്യം നിറയെ കരിയില ഇട്ട് കൊടുത്തു. ഇത് പകുതി ഓളം കരിയില ഇട്ട് കൊടുത്തു. ഇത് ആട്ടിൻകൂട്ടിൻ്റെ ഷീറ്റായിരുന്നു കേട്ടോ. ഞാനിതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ പല സ്ഥലത്തും ഇട്ടിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഇതിൻ്റെ വീഡിയോ, ഇതുണ്ടാക്കണ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ കരിയില 3/4 ഭാഗത്തോളം നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനകത്തോട്ട് ചെയ്തത് കുറേ ചാണകം ഇട്ട് കൊടുത്തു. മൊത്തം ചാണകം ഇട്ട് കൊടുത്തു. ചാണകത്തിന് മുകളിൽ ആട്ടിൻകാഷ്ടം ഇട്ട് കൊടുത്തു, കോഴിവളം ഇട്ട് കൊടുത്തു. പിന്നെ വീണ്ടും മണ്ണും മണലും കൂടെ ട്രീറ്റ് ചെയ്ത മണ്ണും മണലും ഇട്ട് കൊടുത്തു. ട്രീറ്റ് ചെയ്ത മണ്ണും മണലും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തു. കരിയിലയും സാമഗ്രികളൊക്കെ ഇട്ടു. പിന്നെ ഇടയ്ക്ക് വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡർമ, ചാരം ഒക്കെ ഇട്ടു കേട്ടോ. അതെല്ലാം ഇതിനകത്ത് മിക്സാണ്. അപ്പം മണ്ണും മണലും കുറവാണ്, ബാക്കി സാമഗ്രികളാണ് കൂടുതലുള്ളത്. എന്നിട്ട് ഇതിനകത്തോടെ ഓരോ കുപ്പികൾ, 1 ലിറ്ററിൻ്റെ കുപ്പി ഉണ്ടല്ലോ, ഇതിനകത്ത് മണൽ മാത്രം നിറച്ചു. കണ്ടോ, മണൽ മാത്രം നിറച്ചിട്ട് അതിനകത്ത് ഞാൻ ഇറക്കി വെച്ചേക്കണതാണ്, കവർ ചെയ്ത് വെച്ചേക്കണതാണ്. വിത്ത് പാകിയേക്കുക. WDC ഒഴിച്ച്, WDC നമ്മുടെ NPK ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് വെച്ചേക്കണതാണിത്. അതിൽ വിത്ത് പാകിയിട്ടുണ്ട്. വിത്ത് പാകി നല്ലതായിട്ട് കയറി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കയറി വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്തപ്പോൾ നല്ല റിസൾട്ടായിരുന്നു. പക്ഷെ അന്ന് NPK ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാമഗ്രികളൊക്കെ ബ്രോയിലർ കോഴിയുടെ വളമുണ്ട്, പിന്നെ മറ്റേ മുട്ടക്കോഴിയുടെ വളമാണ്. മുട്ടക്കോഴിയുടെ വളം ഏറ്റവും മുകളിലിട്ടേക്കണം. എന്നാന്ന് വെച്ചാൽ മുട്ടക്കോഴിയുടെ വളം എന്ന് വെച്ചാൽ പൂക്കളുണ്ടാവാനും കായലുണ്ടാവാനുള്ള ടെൻഡൻസിയല്ലേ വരുള്ളൂ. മറ്റേതാകുമ്പോൾ വളർച്ചയ്ക്കുള്ള നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടല്ലോ, അത് താഴെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കുപ്പിയുടെയൊക്കെ താഴെ സുഷിരങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ട്, ഇട്ടിട്ടുണ്ട്. ഈ ഇതിലൊക്കെ ഉണ്ടോ, തടിഭാഗം നിറയെ ഓട്ടകളാണ്. ഇത് താഴ്ന്നതനുസരിച്ച് നമ്മൾ കരിയിലയും ചാണകവും ആട്ടിൻകാഷ്ടവും ഒക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കും. മണ്ണും മണലും കൂടെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുക്കാനാണ് പ്ലാൻ. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നല്ല തടിയിലേക്ക് ഇതായിപ്പോവും. അപ്പോൾ അതനുസരിച്ച് കുപ്പിയും താഴും കേട്ടോ. ഞാൻ ഇത്ര പൊക്കത്തിൽ വെച്ചേക്കുന്നത്. കുപ്പി താണു പോയാലും കുഴപ്പമില്ലല്ലോ. 1 ലിറ്ററിൻ്റെ കുപ്പി ഈ തലയ്ക്ക് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ എന്നിട്ട് അത് കവർ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. ഇതാണ് അതിൻ്റെ ഗുണം. മുളച്ചൊരു 2-3 ഇല പരുവായിട്ടേ കുപ്പി മാറ്റാൻ പറ്റുള്ളൂ. വെയിൽ കൊള്ളാതിരിക്കാനും ഉള്ളൊരു, പിന്നെ പ്രാണികളിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഉള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ അത്. ഇനി ഇതിനെപ്പോലെ കുറച്ച് ചവറിട്ട് കൊടുക്കണം. ഈ കോഴിവളമൊക്കെ വെയിൽ കൊള്ളാതിരിക്കാനായിട്ട്, നേരിട്ട് അൾട്രാവയലറ്റ് രശ്മി അടിക്കാതിരിക്കാനുള്ളൊരു ഇതാണ് പുതയിട്ട് കൊടുക്കുക. ഈ ചവറൊക്കെ വെട്ടിയിട്ട് കൊടുക്കാം. ഇത് സലാഡ് കുക്കുമ്പർ നട്ടേക്കണതാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ്. അങ്ങനെ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ചട്ടിയിലും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ചട്ടി, ഗ്രോ ബാഗിനകത്ത് ഇതുപോലെ നമ്മൾ സെറ്റാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ടിക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഗ്രൂപ്പിൻ്റെ വീഡിയോകളാണ് കൂടുതലും ഉള്ളത്. അതെല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.